ഹായ് മക്കളെ, ഞാനിന്ന് ചെയ്യുന്നത് കക്ക റോസ്റ്റാണ്. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. ചീനിച്ചട്ടി വെച്ചു. നമ്മൾ കക്കയിന് മുളക് പൊടി തിരുമുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം മീറ്റ് മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും കൂടി തിരുമുന്നു. മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്. ഇത് തിരുമ്മി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചി കുറച്ചിട്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ട്, പച്ചമുളകിട്ട്, കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് എണ്ണ ഒഴിക്കുന്നു. നമ്മൾ ഇനി നമ്മൾ ഉള്ളി ഉള്ളി നമ്മളൊന്ന് വാടിക്കഴിഞ്ഞിട്ടാണ് ഈ ബാക്കി ചേരുവ നമ്മൾ ചേർക്കുന്നത്. ഇപ്പം ലേശം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഈ ഉള്ളിയിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തേങ്ങ ഇതിലേക്ക് യൂസ് ചെയ്ത് ഇതിന് നമ്മൾ ലേശം കുരുമുളക് പൊടിയും കൂടി ചേർക്കും. ഈ തേങ്ങയ്ക്കും ഈ ഉള്ളിക്കും വേണ്ടിയിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മീറ്റ് മസാലയും കൂടെ ഇട്ടേക്കാം. ഇത്രയും സാധനങ്ങൾക്ക് ഇതൊന്ന് പയ്യെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കക്കയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിനി കക്ക എല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് ഇതിലേക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളിയും തേങ്ങ വറ്റിയയിലേക്ക് ഇട്ട് കൊടുക്കുന്നു.
നമ്മൾ ഈ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നല്ലതുപോലെ മൊരിഞ്ഞ് എടുക്കാനാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റിയിരുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി.